നമസ്കാരം. പതിരും കതിരും. ഒരു ചോദ്യത്തിന് പോലും മുക്കാതെയും മൂളാതെയും മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ മറുപടി പറയാൻ കഴിയാത്ത മന്ത്രിയാണ് ആർ ബിന്ദു. മരമുറി ചാനലിലെ 3 റിപ്പോർട്ടർമാർ ഒന്നിച്ച് അവരെ ഇൻ്റർവ്യൂ ചെയ്താൽ എങ്ങനെയിരിക്കും? എന്നെയും വീണ ജോർജിനെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയാണ്. ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഞങ്ങൾ മന്ത്രിപ്പണി ചെയ്യുന്നത്. നിരന്തരമായി യാത്രകൾ, മീറ്റിങ്ങുകൾ, ഉത്തരവാദിത്തങ്ങൾ. ഞങ്ങൾ അധികാരത്തിൻ്റെ സുഖശീതളിമയിൽ അഭിരമിക്കുകയല്ല. ഞങ്ങൾ 18 മണിക്കൂർ വരെയാണ് ജോലി ചെയ്യുന്നത്. എന്നിട്ടും വനിതകളായതിൻ്റെ പേരിൽ ഞങ്ങളെ ആക്രമിക്കുകയാണ്. പൊതുരംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. മന്ത്രിയുടെ ഈ വക കഷ്ടപ്പാടിൻ്റെ കഥകൾ കേട്ടാൽ കരയാത്തവർ ഉണ്ടാകില്ല. 18 മണിക്കൂറിലൊക്കെ ജോലി ചെയ്ത് തളർന്നിരിക്കുന്ന ഈ പാവങ്ങളെയാണ് ശത്രുക്കളിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. നളചരിതം 1 മുതൽ 4 വരെ ഒറ്റ രാത്രി കൊണ്ട് ആടിത്തീർത്ത ഫീലിലാണ് മന്ത്രി ബിന്ദു സംസാരിച്ചത്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ഉറങ്ങാതെ ഇരുന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗവും പരിപാലിക്കുന്ന ഈ മന്ത്രിമാരെ ഏതവനാടാ വൃത്തികേട് പറയുന്നത്? മന്ത്രി ബിന്ദു പറയുന്നത് ശരിയാണ്. പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരു സ്ത്രീകളെയും ആക്ഷേപിച്ചുകൂടാ. എങ്കിൽ ആദ്യം തിരുത്തേണ്ടത് നിങ്ങളുടെ വിജയരാഘവനെ അല്ലേ മന്ത്രി? ഇത്രമാത്രം സ്ത്രീകളെ അപമാനിച്ചും പരിഹസിച്ചും പരപീഡാസുഖം അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ വേറെയില്ല. കുറേ കാര്യങ്ങൾ നിങ്ങളോട് തിരിച്ചു ചോദിക്കാനുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് കാലത്തല്ലേ ആ രമ്യ ഹരിദാസിനെ നെറികെട്ട വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ഭർത്താവ് ആക്ഷേപിച്ചത്? ആ കുട്ടി കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയാൽ എന്ത് സംഭവിക്കുമെന്ന രാഘവേട്ടൻ പറഞ്ഞത്? CPMൻ്റെ സമരം നടക്കുമ്പോൾ കാറിൽ പോകുന്നവരൊക്കെ എവിടെ പോകുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞത്? കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് 2 വനിതകളെ ആക്ഷേപിക്കാൻ ഹോട്ടൽ മുറിയിൽ നടത്തിയ റെയ്ഡ് നിങ്ങൾ മറന്നുപോയോ? അതിനെ നിങ്ങൾ ഒരിക്കലെങ്കിലും അപലപിച്ചിരുന്നോ? ഉഡായിപ്പുകളൊന്നും വില പോകാതെ നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെ പോടാ ചെറുക്ക എന്ന് വിളിച്ച് നിങ്ങൾ കളിയാക്കുന്നു. ബിന്ദുവിനും വീണയ്ക്കും ആര്യയ്ക്കും ദിവ്യയ്ക്കും മാത്രമല്ല ആക്ഷേപമേൽക്കുമ്പോൾ നോവുന്നത്. മറ്റു രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകൾക്കുമുണ്ട് നോവും നൊമ്പരങ്ങളും അവകാശങ്ങളും. കൂലിപ്പണി ചെയ്യുന്ന പെണ്ണുങ്ങളെ മറ്റേ പണിക്കാരാക്കിയ തെറിയാശാൻ ആക്ഷേപിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞോ അങ്ങനെ പറയരുതെന്ന്? ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഷാനിമോൾ ഉസ്മാനെ പൂതന എന്നല്ലേ ജി സുധാകരൻ വിളിച്ചത്? അന്ന് നിങ്ങൾ അദ്ദേഹത്തെ വിലക്കിയിരുന്നോ? ഒരുത്തനെ 51 വെട്ടുവെട്ടി കൊല്ലുക മാത്രമല്ല, ആ മനുഷ്യൻ്റെ ഭാര്യയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് സഖാക്കൾ ആക്ഷേപിച്ചപ്പോൾ ബിന്ദു മന്ത്രി വിലക്കിയായിരുന്നോ? അവരെ നാണം കെടുത്തുന്ന തരത്തിൽ വേഷപ്രച്ഛന്നയായി ഒരാളെ തെരുവിലൂടെ നടത്തിയത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ദമ്പതികളെക്കാൾ കൂടുതൽ മുദ്രാവാക്യം വിളിച്ചവരായിരുന്നു ചന്ദ്രശേഖരനും KK രമയും ഈ പാർട്ടിക്ക് വേണ്ടി. ആശാസമരക്കാർക്ക് സുരേഷ് ഗോപിയെ കൊണ്ട് ഉമ്മ കൊടുപ്പിക്കാൻ കൊതിച്ച നിങ്ങളുടെ CITU നേതാവ് പറഞ്ഞ നെറികേട് നിങ്ങൾ വിലക്കിയായിരുന്നോ? പിണറായി വിജയനെ ക്യാപ്റ്റനെന്നും ജൈവ ബുദ്ധിജീവി എന്നും ഏപ്പം തോപ്പം വിളിച്ച് പുകഴ്ത്തിയവരാണ് നിങ്ങൾ 2 വനിതാ മന്ത്രിമാരും. പിണറായി വിജയൻ്റെ അപ്പോയിൻമെൻറ്റ് ബ്രില്യൻറ്റിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ 2 പേരുടെയും മന്ത്രി പദവി. വീണ തോളിൽ തൂക്കിയ ബാഗിൻ്റെ വിലയെ ന്യായീകരിക്കുന്ന നിങ്ങളുടെ മുഖത്തെ ആ കണ്ണട ജനങ്ങളുടെ സമ്മാനമാണെന്ന് ഓർക്കുന്നത് നല്ലത്. ഫാമിലി റിസർവേഷൻ വഴി മേയറും മരാമത്ത് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെയായി നിൽക്കുന്ന നിങ്ങൾക്കൊന്നും അധ്വാനവർഗത്തിൻ്റെ വിയർപ്പും പ്രയാസങ്ങളും ഒരു പ്രശ്നമേ അല്ല. ഇത്ര വലിയ കഠിനാധ്വാനമാണ് ഈ മന്ത്രിപ്പണിയെങ്കിൽ അതങ്ങ് നിർത്തി ആശാവർക്കർമാരുടെ ജോലി ചെയ്തുകൂടെ? അവരുടെ അത്രയും പരമാനന്ദം ആർക്കുണ്ട്? എന്തുകൊണ്ടാണ് നിങ്ങൾ 2 വനിതാ മന്ത്രിമാർക്ക് ജനങ്ങളുടെ നിന്ദ ഇത്ര വലിയ അളവിൽ കിട്ടുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? രാഷ്ട്രീയ ബോധമില്ല, നീതിയുക്തമായ വർത്തമാനങ്ങൾ അറിയില്ല, മര്യാദയോ സൗമനസ്യമോ തീരെയില്ല. പ്രസ്ഥാനത്തെ കുടുംബയോഗമാക്കി കൊണ്ടു നടക്കുന്ന പിണറായി വിജയൻ്റെ ദാനത്താൽ കിട്ടിയ പദവി മനുഷ്യരെ പുച്ഛിക്കാനുള്ള കസേരയല്ലെന്ന് ഓർത്താൽ നന്ന്. നന്ദി.